ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ സത്യം പറഞ്ഞാൽ വലഞ്ഞ ദിവസമായിരുന്നു അല്ലേ? അപ്പം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കേണ്ട ഒരു ദിവസമാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരം നമുക്ക് കൃത്യമായ ഒരു ഒരു എൻട്രി പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കിട്ടാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ട്രേഡിന് ഇറങ്ങാൻ പാടില്ല. ഇപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിലും രാവിലത്തെ വോയിസിലും ഞാൻ പറഞ്ഞത്, മാർക്കറ്റ് നമുക്കുള്ളത് 23,336 അതിൻ്റെ മുകളിൽ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഒരു ഷോർട്ട് കവറിങ് റാലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? അവിടെ ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി. പക്ഷേ ഈ നമുക്ക് ട്രേഡ് എടുക്കാനുള്ള അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇനി ആരെങ്കിലും ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മാന്യമായ പ്രോഫിറ്റ് കിട്ടിക്കാണും. അതൊന്നും നമ്മുടെ വിഷയമല്ല. കാരണം നമുക്ക് ആദ്യത്തെ 5 മിനിറ്റിന് അതിൽ എൻട്രി ഇല്ല. ബിഗിനേഴ്സിനോ അല്ലെങ്കിൽ ഒരു സേഫ് ട്രേഡേഴ്സിനോ 5 മിനിറ്റിന്, അതുകൊണ്ട് നമുക്ക് അവിടെ അവകാശവാദങ്ങളൊന്നുമില്ല. ബട്ട് നമ്മൾ പറഞ്ഞ 23,336 റെസ്പെക്റ്റ് ചെയ്തു ഇല്ലേ? അതിനുശേഷം ഒന്ന് തിരിച്ചിറങ്ങി, പിന്നെ ഒന്ന് വെച്ചു. ഒരു പക്ഷെങ്കിൽ ആരെങ്കിലും ഈ ഒരു പോയിന്റിൽ ചിലപ്പം 5 മിനിറ്റിന് നമ്മുടെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഈ ക്യാൻഡിലിൽ നമുക്ക് ട്രേഡ് ഇല്ല. കാരണം ഇത് 80% ബോഡി നമുക്ക് എവിടെ ഇല്ല, നമ്മുടെ പഠനം അനുസരിച്ച് ഇല്ല. പക്ഷെ നമ്മൾ മലയാളികളല്ലേ, നമ്മൾ ചാടി കയറി എടുക്കുക എന്നുള്ളതായിരിക്കും. എനിവേ, ആരെങ്കിലും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു സജസ്റ്റബിൾ ഏരിയ അല്ലത്. ഓക്കെ, ഈ പോയിന്റ്. ഓക്കെ, അതേസമയം ഈ പോയിന്റിൽ നമുക്ക് പ്രൈസ് ആക്ഷൻ പ്രകാരം ട്രേഡ് ഉണ്ട്. കാരണം എന്താണ്, 5 മിനിറ്റ് ക്യാൻഡിൽ ഓൾമോസ്റ്റ് ഫുൾ ബോഡി ക്യാൻഡിലാണ് ഇല്ലേ? അതിൽ ഇവിടെ കയറിയവരോ അല്ല ഇവിടെ കയറിയവർക്കോ ഒരു പക്ഷേ ഇവിടുന്ന് അതിന് ശേഷം എത്ര പോയിന്റ് കയറി? 353, 30-35 പോയിന്റിനകത്ത് മേളിൽ കയറിയിട്ടുണ്ട്. ന്യായമായ പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ന്യായം എത്ര പേര് ബുക്ക് ചെയ്തിട്ടുള്ള കാര്യം എനിക്കറിയത്തില്ല. എനിവേ, എന്തായാലും അത് അവിടെ വിടുന്നു ഞാൻ. അത് നിങ്ങളുടെ സ്വയം വിചിന്തനം ചെയ്യുക, നിങ്ങൾ എങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് വീണ്ടും തട്ടി താഴെ വന്നു. അതിനുശേഷം വീണ്ടും അവിടുന്ന് റീബൗണ്ട് ചെയ്ത് വീണ്ടും ഇവിടെ ഒരു അവസരം ഉണ്ടായിരുന്നു. ഇവിടെ ഈ ക്യാൻഡിൽ നമുക്ക് ഒരു എൻട്രി ഉണ്ടായിരുന്നു. എൻട്രി എടുത്തവർക്ക് മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് കിട്ടിക്കാണും. എന്തായാലും ഞാൻ ഇവിടെങ്ങും എൻട്രി എടുത്തില്ല, ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ ഇവിടെങ്ങും എൻട്രി എടുത്തില്ല. ഞാൻ എൻട്രി എടുത്തത് ഈ ഏരിയയിലാണ് എൻട്രി എടുത്തത്. കാരണം ഇവിടെ ഒന്നും എനിക്ക് ഒരു കോൺഫിഡൻ്റ് ഇല്ല. ഞാനപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ പരിപാടി നിർത്തിയിട്ട് വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. മാന്യമായിട്ട് ഞാൻ വെളിയിൽ പോയിട്ട് കുറച്ച് ഈ വീടിൻ്റെ ബാക്ക് സൈഡെല്ലാം മഴ പെയ്ത് മുഴുവൻ ചള്ള പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പം കുറച്ച് മിറ്റിലിറക്കി അവിടെ സ്വന്തമായിട്ട് പരിപാടി അവിടെ എല്ലാം നിരത്തി ഇട്ട് അവിടെ എല്ലാം വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 1-1:30 അപ്പോഴും ഇടയ്ക്ക് മൊബൈൽ ഉണ്ടായിരുന്നു, നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ്, അപ്പം ഇതിപ്പോൾ ഏകദേശം 2 മണിയായി ഇവിടെ ഈ ഏരിയ അല്ലേ. ഞാൻ ചോറുണ്ണാൻ കയറി കഴിഞ്ഞപ്പോൾ മൊബൈൽ എടുത്ത് ഇങ്ങനെ നോക്കി. അപ്പോൾ വീണ്ടും ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലെടുത്ത് കയറി നോക്കി കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ടൊരു ട്രെൻഡ് ലൈൻ അവരുടെ ഒരു ഫോർമേഷൻ വന്നു. അങ്ങനെയാണ് ഞാൻ ഈ ട്രെൻഡ് ലൈൻ വരച്ചിട്ടത്. ഞാൻ അങ്ങനെയാണ്. അതിനുശേഷം നമുക്ക് കൃത്യമായിട്ട് വെരി പെർഫെക്റ്റ് ആയിരുന്നു ഈ ട്രെൻഡ് ലൈനും ഈ ഓപ്പർച്യൂണിറ്റി വെരി പെർഫെക്റ്റ് ആയിരുന്നു. നോക്കിക്കുക, എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടൊരു ട്രെൻഡ് ലൈൻ ഇവിടെ നോക്കിക്കേ, 1, 2, 3, 4 പല പ്രാവശ്യം മാർക്കറ്റ് അവിടെ നിന്ന് എടുക്കുന്നുണ്ടോ, സപ്പോർട്ട് എടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ തിരിച്ച് വന്ന് ബൗൺസ് ചെയ്യും, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യും ഇല്ലേ? അപ്പോൾ ഏകദേശം മാർക്കറ്റ് 2 മണിയായി കൃത്യമായിട്ടിത് ബ്രേക്ക് ചെയ്തു. വീണ്ടും ഒരു ക്യാൻഡിൽ വന്നു, നമ്മുടെ 23,336 വീണ്ടും റീടെസ്റ്റ് ചെയ്തു. എത്ര കൺഫർമേഷൻ ഉണ്ടെന്ന് നോക്കണം. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ കിട്ടി. വീണ്ടും തിരിച്ച് കയറാൻ ശ്രമിച്ചു, 50% പോലും കട്ട് ചെയ്തില്ല. വീണ്ടും പോയി റീടെസ്റ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്തു. പിന്നെ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടായി. അപ്പോൾ ഏകദേശം നമുക്ക് കൺഫർമേഷനായി മാർക്കറ്റ് പൊട്ടാൻ പോകാന്നുള്ളത്. കാരണം ഇത് തെളിയിക്കുന്നത് ഇന്നലെയും ഇതേ സ്വഭാവം തന്നെയായിരുന്നു. മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടി മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എനിക്ക് കിട്ടി. ഓക്കെ, കിട്ടിയവർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് എത്രമാത്രം ഞാൻ കാരണം രാവിലെ പോയതിന് ശേഷം ഞാൻ ഇത്രയും നേരം മിണ്ടാതിരിക്കുകയായിരുന്നു. പലരും എനിക്ക് മെസ്സേജ് അയച്ചു, സാർ എന്താ മിണ്ടാത്തത്? കാരണം അവസരം ഉണ്ടെങ്കിൽ ഞാൻ മിണ്ടും, അവസരം ഇല്ലെങ്കിൽ ഞാൻ മിണ്ടത്തില്ല. ഈവൻ നിങ്ങൾക്കറിയാമല്ലോ, ഒരവസരം ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഒരു ഇൻറ്റിമേഷൻ തരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാണിംഗ് തരണമെന്നുണ്ടെങ്കിൽ ഞാനത് ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലായാലും, ഈവൻ വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിലും, എങ്ങനെയായാലും ഏത് അവസരത്തിലായാലും നിങ്ങൾക്ക് തരാറുണ്ട് ഇല്ലേ? അതേസമയം ഞാൻ ഗ്രൂപ്പിൽ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? നമുക്കൊരവസരം ഇല്ല, അല്ലെ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, അല്ലെ എനിക്ക് ഒരു കൺവിക്ഷൻ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ അതുകൊണ്ട് സാറ് മനഃപൂർവ്വം വരാത്തതോ നിങ്ങളെ അവഗണിക്കുന്നതല്ല, അവസരമുണ്ടെങ്കിൽ ഞാൻ വന്ന് പറയും.
അത് ഏത് പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും വന്ന് പറയും എന്നുള്ള കാര്യം എന്നെ ആദ്യം മുതലേ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അതുകൊണ്ട് ഒന്നുകൂടെ നിങ്ങൾ എനിക്ക് എല്ലാവരും പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിക്കണമെന്നില്ല. അവസരം ഉണ്ടെങ്കിൽ ഞാൻ പറയും, സാറേ എന്തെങ്കിലും ഒന്ന് പറയാം, എൻ്റെ വോയിസ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കേൾക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ആഗ്രഹമാണ്, സമ്മതിച്ചു, നിങ്ങളുടെ ആ ആഗ്രഹത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേങ്കിൽ ഞാൻ എന്താണ് പറയേണ്ടത്, കാരണം ഞാൻ ഇവിടുന്ന് ഓരോ വോയിസും പല ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത് എടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ വ്യൂ പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. മനസ്സിലായില്ല, ഞാൻ അവരെ ആരെ നിരുത്സാഹപ്പെടുത്തുക അല്ലെങ്കിൽ വേറെ കുറ്റമായിട്ടൊന്നും പറയുകയല്ല. അപ്പം നമ്മുടെ വായിൽ നിന്ന് വീഴുന്നൊരു വാക്ക്, ആ വാക്കുകൊണ്ട് മറ്റൊരാൾക്ക് നഷ്ടം ഉണ്ടാവാൻ പാടില്ല എന്നെനിക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. ഈ ഒരു വാചകമില്ലേ, അവനവൻ സുഖത്തിന് ആചരിക്കുന്നത് അവരുടെ ഗുണത്തിനായി വരണം. അപ്പം നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അവരന് ഗുണത്തിനായിട്ട് വരണം എന്ന ഒരാഗ്രഹത്തോടെയാണ് ഞാൻ എന്തെങ്കിലും കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നത്. അത് എനിക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അന്നേരം ഇപ്പോൾ അവിടെ ഒരു കൺവിക്ഷൻ, ഒരു അവസരം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാഞ്ഞത്. ഓക്കെ, എന്തായാലും ഇനി നാളെ, അപ്പോൾ ഇനിയിപ്പം ഞാൻ ഇന്നലെ ലാസ്റ്റ് മൊമെൻറ്റിൽ പറഞ്ഞു, പലരും ഹെഡ്ജിൻ്റെ കാര്യം ചോദിച്ചു. കാരണം ഇന്ന് രാത്രിയിൽ CPI ഇൻഫ്ലേഷൻ്റെ ഡേറ്റ US വരികയാണ്. അപ്പം അതുകൊണ്ട് സാറേ ഒരു ഹെഡ്ജ് എടുക്കട്ടെ എന്ന് ചോദിച്ചു ധാരാളം പേര് മെസ്സേജ് അയച്ചു. അപ്പോൾ അതുകൊണ്ട് സഹി കെട്ടാണ് ഞാൻ ലാസ്റ്റിൽ ഒരു 3:20 ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡ്ജ് എടുക്കാം, പക്ഷേങ്കിൽ വെരി ഹൈ റിസ്ക്കിയാണ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടാണ്, പൈസ പോയാൽ ഞാൻ ഉത്തരവാദിയല്ല എന്നൊക്കെ ഞാൻ ഹൈ റിസ്ക് പറഞ്ഞിട്ടാണ് ഹെഡ്ജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് നാളെ കണ്ടറിയാം ഹെഡ്ജിൻ്റെ ഗതി എന്താവും എന്നുള്ള കാര്യം. അതുപോലെ തന്നെ സെൻസെക്സിന് എക്സ്പയറി ആണ്, അത് ഞാൻ പറഞ്ഞു. സെൻസെക്സിന് എക്സ്പയറി വേണം, നിങ്ങൾക്ക് റിസ്ക് എടുക്കുന്നവർക്കാണെങ്കിൽ ഒരു ATM PEC നിങ്ങൾക്ക് വേണമെന്ന് നമുക്ക് നോക്കാം. പക്ഷേങ്കിൽ കാശ് ആറ്റിക്കളഞ്ഞു എന്ന് വിചാരിച്ച് മാത്രമേ ട്രേഡ് എടുക്കാവൂ. ഈ വാചകം ഞാൻ ഉപയോഗിച്ചത്, കാശ് ആറ്റിക്കളഞ്ഞു എന്ന് വിചാരിച്ച് മാത്രമേ ട്രേഡ് എടുക്കാവൂ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, എനിവേ എന്തായാലും നാളെ കണ്ടറിയാൻ കോശി എന്താണ് സംഭവിക്കുന്നുള്ള കാര്യം. അപ്പോൾ ഇനിയും നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഇൻഫ്ലേഷൻ ഡേറ്റ നമുക്ക് നോക്കാം, എന്താണ് സംഭവിച്ചേക്കുന്നുള്ള കാര്യം. അതാണ് വൻ വിറ്റ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇന്ന് വന്ന CPI ഇൻഫ്ലേഷൻ ഡേറ്റ വന്ന ഈ സാധനമാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, 2.9 വന്നത്, പ്രതീക്ഷിച്ചത് 2.9. മന്ത് ഓൺ മന്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ 0.5 ആണ് വന്നത്, പ്രതീക്ഷിച്ചതും 0.5 ഇയർ ഓൺ ഇയർ നോക്കുവാണെങ്കിൽ 4.2 ആണ്, പ്രതീക്ഷിച്ചത് 4.2 തന്നെയാണ് വന്നതും. ഇത് മാത്രം ഏകദേശം എല്ലാം ഒരു ഒരിക്കലൊക്കെ ഞാൻ മോശമല്ലെന്ന് വിചാരിച്ച് ഒരു പോയിന്റ് കൂടെ കുറച്ച് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, 0.2, അതായത് വിചാരിച്ചതിനേക്കാളും ഒരു പോയിന്റ് കുറവാണെന്നുള്ളത്. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, ഈ സാധനമൊക്കെ കാണുമ്പം ചിരി മാത്രമേ വരത്തുള്ളൂ. കാരണം ഏത് പൊട്ട കണ്ണനും അറിയാം, കാരണം പഴയതിനേക്കാളും ഇൻഫ്ലേഷൻ റേറ്റ് കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഏത് പൊട്ടനും അറിയാം. പക്ഷേങ്കിൽ ഈ ഡേറ്റ പ്രകാരം എന്താണ്, എല്ലാം പഴയ പോലെ തന്നെയാണ്, വേറെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. സാമ്പത്തിക സ്ഥിതിക്ക് ഇൻഫ്ലേഷന് വേറെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ കണക്ക്, ഈ പട്ടിക സൂചിപ്പിക്കുന്നത്. പക്ഷേങ്കിൽ ഒരിക്കലും വിവരമുള്ളവന് ആരും ഇതെന്ത് ചെയ്യത്തില്ല, ഒരിക്കലും വിശ്വസിക്കത്തില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത പോലെ വരുവാണെന്നുണ്ടെങ്കിൽ US മാർക്കറ്റ് എന്ത് വേണം, പറക്കണം ഇല്ലേ. ഇപ്പോൾ US മാർക്കറ്റ് നെഗറ്റീവിൽ തന്നെയാണ് ഇപ്പോഴും കൂടുന്നത്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, 253 പോയിന്റ് നെഗറ്റീവിലാണ് ഇപ്പം US മാർക്കറ്റ് ഓടുന്നത്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ച പോലെ തന്നെ, എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഡേറ്റ വരുവാണെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്, മാർക്കറ്റ് കുതിച്ചു പായണം. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പം ഇതെല്ലാം കൃത്യമായി ഒരു മാനിപ്പുലേഷൻ്റെ ഭാഗമാണെന്നുള്ള കാര്യം ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് മനസ്സിലായി. എന്നെപ്പോലെ വിശ്വസിക്കുന്ന ധാരാളം ആൾക്കാരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാളെ അറിയാൻ കോശി എന്താണ് സംഭവിക്കുന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ഇതാണ് ഒന്നാമത്തെ സംഗതി. ഇനി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു, DISും പിന്നെ നല്ല രീതിയിൽ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വാങ്ങിക്കൂട്ടിയതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ സാധനം, ഈ ഒരു കയറ്റം കണ്ടത്. പക്ഷേ അവസാന നിമിഷം വീണ്ടും ഒരു സെൽ ഓഫ് വന്നു. ഇന്നും ഇതേ രീതിയിൽ തന്നെ, ജസ്റ്റ് നമുക്ക് അതൊന്ന് നോക്കാം. ഇന്നത്തെ ഡേറ്റയാണ് ഈ കാണുന്നത്. ഇന്നും ഈ പറഞ്ഞ പോലെ തന്നെ DIS റീറ്റെയിലേഴ്സ് 80%, DIS 82% ബൈ സൈഡിലാണ്. ഇന്നലെ 91 90%, 1% അവർ കുറച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ ഇന്ന് പ്രോയായിരുന്നു വില്ലനായിട്ട് ആക്ട് ചെയ്തത്. പ്രോയുടെ സെല്ലിംഗ് ആണ് ഈ കാണുന്നത്. ഇന്നലെ ഏകദേശം 39 ഉള്ളായിരുന്നു. ഒരു സെക്കൻഡ് നോക്കട്ടെ എത്രയാണ്. അതെ, ഏകദേശം ഇന്നലെ 39 ഉള്ളായിരുന്നു. 39% ഷോർട്ടാണ്. പ്രോ ഇന്ന് 44% കൂട്ടിയേക്കുന്നത്. അതാണ് കാണുന്നതാണ് ഈ ലാസ്റ്റ് മൊമെൻറ്റ്
ഈ സെല്ലിങ് കാണുന്നത്. അപ്പം എന്തായാലും റീറ്റെയിലേഴ്സും ഡി ഐസും ശക്തമായിട്ട് ബൈ സൈഡിൽ നിൽക്കുന്നു. എഫ് ഐ എസ് നല്ല രീതിയിൽ സെൽ സൈഡിൽ നിൽക്കുന്നു. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോ ആണെങ്കിൽ ന്യൂട്രലായിട്ട് നിൽക്കുന്നു. അപ്പം ഇനി നമുക്ക് ഒരു ഡേറ്റയും കൂടെ നോക്കാനുണ്ട്. ആ ഡേറ്റയുടെ കാണുമ്പം നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാകും. അതുകൂടെ എടുക്കാം. ബോറടിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വെച്ചിട്ട് പോവാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് നോക്കാം. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. ഈ കാണുന്നത് നമ്മുടെ ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ടാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും 23,000 ശക്തമായ പുട്ട് റൈറ്റിംഗ് ഉണ്ട്. 23,100 നല്ല രീതിയിൽ പുട്ട് റൈറ്റിംഗ് ഉണ്ട്. 23,200 നല്ല സ്ട്രോങ് പുട്ട് റൈറ്റിംഗ് ഉണ്ട്. കോൾ റൈറ്റേഴ്സ് പതുക്കെ ഇവിടുന്ന് എക്സിറ്റും ആയിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് 23,200 പോകുന്നതല്ലാണ്. 23,200 പോകുന്നതല്ല. ഓക്കെ, 23,300 നോക്കിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ ബലാബലത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പുട്ട് റൈറ്റിങ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒക്കെ പുട്ട് റൈറ്റിങ് അഡീഷൻസ് വന്നിട്ടുണ്ട്. 23 ഈ ഡോട്ടഡ് ലൈൻസ് കാണുന്ന അഡീഷൻസ് ആണ്. ഓക്കെ, 23,400 അഡീഷൻസ് നടന്നിട്ടുണ്ട്. മനസ്സിലായി? 23,450 അഡീഷൻസ് വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാധ്യത ആണ് ഈ ഡേറ്റയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. എൻ്റെ തോന്നലുകൾ മാത്രമാണ്. എൻ്റെ ഒരു ഇത് വെച്ച് ഇപ്പോൾ അടുത്ത ആഴ്ച 23 ജൂൺ നോക്കുവാണെങ്കിലും 23,000 സ്ട്രോങ് വെടിക്കെട്ട് പുട്ട് റൈറ്റിംഗ് ആണുള്ളത്. ഓക്കെ, 23,200 നല്ല പുട്ട് റൈറ്റിംഗ് ആണുള്ളത്. 23,400 നോക്കിയേ നല്ല രീതിയിൽ പുട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അഡീഷൻസ് ആയി കാണുന്ന മുഴുവൻ ഈ ഡോട്ടഡ് ലൈൻസ് മുഴുവൻ അഡീഷൻസ് ആണ്. അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന ആത്മവിശ്വാസത്തോടെ പുട്ട് ആഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ കാണുന്നത്. 23,500 നോക്കിക്കേ, 23,500 നല്ല രീതിയിൽ പുട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, വിരൽ ചൂണ്ടുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാൻ ഇത് ക്ലോസ് ചെയ്യട്ടെ ഒരു സെക്കൻഡ്. കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നാളെ സംഭവിക്കാൻ പോകും. നാളെ ഒരു പക്ഷെങ്കിൽ ഗ്യാപ് ഡൗൺ ആയാലും മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുമാനം. നിങ്ങൾക്കറിയാം, ഞാൻ യാതൊരുവിധ ഇൻഡിക്കേറ്ററുകളോ അല്ല വേറെ എന്തെങ്കിലും മോഡേൺ സംഭവങ്ങളോ ഒന്നും ഉപയോഗിക്കാറില്ല. എൻ്റെ ആശ്രയവും ശക്തമായ വിശ്വാസങ്ങളും ഉള്ളത് ഈ പറയുന്ന എൻ്റെ ചാർട്ടിനകത്തിലാണ്. ഈ ചാർട്ടല്ലാതെ വേറെ എനിക്ക് പിന്നെ ഈ പറയുന്ന ഡേറ്റകളും ഞാൻ പരിശോധിക്കാറുണ്ട്. ഈ പറയുന്ന FISൻ്റെ പൊസിഷൻസും ഓപ്പൺ ഇൻട്രസ്റ്റൊക്കെ ഇതൊക്കെ നോക്കാറുണ്ട്. അല്ലാതെ യാതൊരുവിധ ഒരു തേർഡ് പാർട്ടി സംഭവത്തിനെ ഞാൻ ആശ്രയിക്കാറില്ല. ഇന്ന് വരെയുള്ള എൻ്റെ ട്രേഡിംഗ് ലൈഫിൽ ഞാൻ ഇത് തന്നെയാണ് പിന്തുടരുന്നത്. ഓക്കെ, അപ്പം അത് വെച്ച ഉള്ള എൻ്റെ ഡേറ്റയുടെ അനാലിസിസും ഈ ചാർട്ടും വെച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് നാളെ എത്ര ഗ്യാപ് ഡൗൺ വന്നാലും മാർക്കറ്റ് തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കഴിഞ്ഞ 2 ദിവസത്തെ മാർക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗണോട് ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്തു, ഇല്ലേ? തിരിച്ച് റിക്കവർ ചെയ്ത് വീണ്ടും അതേ പൊസിഷൻ തന്നെ മൂഷികസ്ത്രീ ആയെന്ന് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് അവിടെ തന്നെ വന്ന് അവസാനിച്ചു. എവിടെ തുടങ്ങിയോ അവിടെ വന്ന് അവസാനിച്ചു, ഇല്ലേ? ഇനി അടുത്ത ദിവസം മാർക്കറ്റ് ഇത് പറഞ്ഞ പോലെ തന്നെ ഹ്യൂജ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, നേരെ തിരിച്ച് താഴെ വന്നു, വീണ്ടും എവിടെ ഓപ്പൺ ചെയ്തു അവിടെ വന്ന് അവസാനിച്ചു. ഇന്നും അത് തന്നെയല്ലേ സംഭവിച്ചത്. ഇന്നും മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ചെയ്തത് അവിടെ തന്നെ വന്ന് മാർക്കറ്റ് അവസാനിച്ചു. അപ്പം നാളെ ഈ പറയുന്ന പോലെ തന്നെ നാളെ വീണ്ടും നല്ല ഒരു ഗ്യാപ് ഡൗൺ വന്നാൽ എത്ര ഗ്യാപ് ഡൗൺ വന്നാൽ, ഇപ്പം US മാർക്കറ്റൊക്കെ 350 നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, 350 പോയിന്റോളം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇന്ന് രാത്രിയുടെ കഴിയുമ്പോൾ രാവിലെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. കാരണം നിഫ്റ്റിയെ നമ്പാൻ പറ്റത്തില്ല. നിഫ്റ്റിയെ നമ്പി നമ്മൾ മനപ്പായസം ആരും ഉണ്ണേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിക്ക് അനുസരിച്ചല്ല നിഫ്റ്റി ഓപ്പൺ ആയത്. അതുകൊണ്ട് അത് കണ്ട് ആരും മനപ്പായസം ഉണ്ടുണ്ട്. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം നാളെ എത്ര സപ്പോസ് ഗ്യാപ് ഡൗൺ വന്നാലും മാർക്കറ്റ് വന്ന വഴി തന്നെ തിരിച്ച് കയറും എന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. ഇത് എൻ്റെ മാത്രം വിശ്വാസമാണ്.
ദൈവത്തെ ഓർത്താണ്ട് സാർ അങ്ങനെ പറയുന്നത് മുറുകെ പിടിച്ചേക്കാം എന്ന് ആരും ധരിച്ച് അങ്ങനെ ട്രേഡ് ചെയ്യരുത്. ഞാൻ എൻ്റെ ബോധ്യങ്ങൾ ആണ് വി ഡി സതീശൻ പറഞ്ഞ പോലെ എൻ്റെ ബോധ്യങ്ങളിൽ നിന്നും പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ഒരു എൻട്രി പോയിൻറ്റും ഒരു സ്റ്റോപ്പ് ലോസും നിങ്ങൾക്ക് വേണം. ഒരു എൻട്രിയും ഒരു എക്സിറ്റും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ മാറി നിൽക്കണം. നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടമാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ തന്നെ തഥൈവ കഴിയും. പിന്നെ നാളെ നിങ്ങൾ ഹെഡ്ജ് വെച്ചേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്യാപ് ഡൗൺ വരുവാണെന്നുണ്ടെങ്കിൽ ആ പി ബുക്ക് ചെയ്യുക. അതിനുശേഷം മാർക്കറ്റിൻ്റെ ഗതി അനുസരിച്ച് നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ സിയുടെ ബുദ്ധിപൂർവ്വം ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നാളെ മാർക്കറ്റ് ഉണ്ടാകാനുള്ള സംഭവം. അതുകൊണ്ട് ഞാൻ എൻ്റെ വ്യൂ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളൂ. നമ്മുടെ ഭാഷയും നമ്മുടെ ശൈലിയൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ നാളെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് 150 താഴെയാണ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 23,000 ആയിരിക്കും നമുക്കൊരു കട്ട സപ്പോർട്ട്. ആ 23,000 എത്തുന്നുണ്ടോ എന്ന് നോക്കുക. അതോ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്യുമോ എന്ന് നോക്കുക. അത് ഇവിടെ നമ്മൾ ഇടയ്ക്ക് 150 ഒരു പോയിൻ്റ് ഉണ്ട്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് കയറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ നല്ല ഗ്യാപ് ഡൗൺ ഈ 150 താഴെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചെങ്ങനെ നടന്ന് കയറുവാണെന്ന് നോക്കണം. ഇങ്ങനെ നടന്ന് കയറുവാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് കയറുമല്ല, നടന്ന് കയറുവാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഓപ്പണിംഗ് ഇല്ലേ, ഈ 23,333 റേഞ്ചൊക്കെ കഴിയുമ്പം ഒരു പക്ഷേ ചെറിയൊരു ഷോർട്ട് കവറിങ്ങിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. എങ്കിൽ ആ ഷോർട്ട് കവറിങ് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ 336 കടന്നു പോകണം. 336 കടന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഷോർട്ട് കവറിങ് നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അത് നാളത്തെ ഓപ്പണിങ്ങിനെ അനുസരിച്ചിരിക്കും. അപ്പം നാളെ മാത്രമേ നമുക്ക് രാവിലെ മാത്രമേ കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എങ്കിലും മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 216 ഈ ഓപ്പണിംഗ് അല്ല 216 ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ല ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 216 210 നിങ്ങൾ എന്താ സംഭവിക്കുന്നത് നോക്കി അത് മാത്രം ചെയ്യാനും. ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 336 സസ്റ്റെയിൻ ചെയ്യാനും നോക്കുക. 336 മുകളിൽ പോയി കഴിഞ്ഞാൽ 2500 പെട്ടെന്ന് തന്നെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നൊരു കൺസോളിഡേഷൻ മോഡ് എന്ന് വേണമെങ്കിൽ പറയാം ഇല്ലേ. 10-ാം തീയതി മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് എവിടെ തുടങ്ങി അവിടെ തന്നെ വന്ന് അവസാനിച്ചു. നമുക്ക് 55,260 മുകളിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉള്ളൂ. ഇല്ല താഴെട്ടിറങ്ങി വരുവാണെങ്കിൽ 759 എന്ത് സംഭവിക്കുന്നുള്ളത് നിങ്ങൾ നോക്കുക. നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മിഡ് ക്യാപ്പ് പൊട്ടി കൃത്യമായി നമ്മുടെ സപ്പോർട്ട് 13,944 എത്തി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ എന്ത് സംഭവിക്കുന്നു, ഇത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ല. 840 എത്തുന്നുണ്ടോ നോക്കുക. 840 എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സെൻസെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സിൽ നമുക്ക് 460 മുകളിൽ മാത്രമേ നമുക്കൊരു അവസരം മുകളോട്ടുള്ളൂ. 460 മുകളിൽ 625 താഴെയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം 625 താഴെ നിൽക്കുന്നിടത്തോളം കാലം മാർക്കറ്റ് താഴോട്ട് തന്നെ വരും. 625 മുകളിൽ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കാനുള്ളൂ. നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കും. വളരെ സൂക്ഷിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. സമയം കുറച്ച് നീണ്ടുപോയി എങ്കിലും ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.